ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. പണ്ട് തൊട്ടേ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണിന്ന്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വിഭവമാണ്. എരിവും പുളിയും ഒക്കെ ഉള്ള കൂട്ടാനാണ് തറവാട്ട് പുളി. പൊതുവെ വടക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കാറ്. തറവാട്ട് പുളി, മുളക് വറുത്ത പുളി, പുളിക്കാച്ചിൽ എന്നൊക്കെ പേരുണ്ട്. പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. നല്ല കറുത്ത പുളിയാണ്, കോൽപ്പുളി. ഇത് ആദ്യം വെള്ളത്തിൽ കുതിർത്തണം. കുറച്ചും കൂടി വലിയ പാത്രത്തിൽ വയ്ക്കാം. ഇളം ചൂടുവെള്ളം ഒരു 1.5-2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇനി വേണ്ട കാര്യങ്ങൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ. പൊടി ഇടാറില്ല, പൊതുവെ മുഴുവൻ ഉലുവ തന്നെയാണ് ഉപയോഗിക്കുക. അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് 6 എണ്ണം വറുത്തിടാൻ എടുക്കണ പോലെ കഷ്ണങ്ങളാക്കി വെച്ചു. ഈ വറ്റൽ മുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവാണ് കൂട്ടാനിലേക്ക് കിട്ടുക. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉള്ളി ധാരാളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് നിറയെ ഉള്ളിയുണ്ട്. സബോള ഉപയോഗിക്കില്ല. കൂട്ടാൻ ഉണ്ടാക്കാനുള്ള നേരം കുറവാണെങ്കിൽ ഉള്ളി കുറച്ച് കുറയ്ക്കാം. പുളി കുതിർന്ന് വന്നിട്ടുണ്ട്, സോഫ്റ്റായി. നല്ലോണം പിഴിഞ്ഞെടുക്കണം. ഈ കൂട്ടാൻ്റെ പേരിൽ തന്നെ ഒരു പുളിരസമുണ്ട്. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം. ചീനച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിച്ചിട്ട് ഉലുവ മൂത്ത മണം വന്നു. വറ്റൽ മുളകിട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇനി പച്ചമുളക്. ഉള്ളി ചേർത്തിട്ട് നല്ലോണം വഴറ്റണം. ഉള്ളിയുടെ സ്വീറ്റ് നേച്ചറൊക്കെ പുളി ഒഴിക്കുമ്പോൾ മാറും. പച്ചമുളകിൻ്റെ എരിവ് കുറവാണെങ്കിൽ 2 എണ്ണത്തിന് പകരം 4 എണ്ണം എടുക്കണം. നമ്മളെടുത്ത പച്ചമുളകിന് നല്ല എരിവുണ്ട്. ഇപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ്. സാധാരണ കൂട്ടാനിലിടുന്നേക്കാളും ഇത്തിരി കൂടുതൽ ഉപ്പ് വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. നന്നായിട്ട് ഇളക്കാം. ഇനി പിഴിഞ്ഞ് വെച്ച് പുളി ഒഴിക്കാം. അരിച്ചെടുത്തതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഇനി തിളച്ച് വരണം. കുറുകൊന്നും വേണ്ട. കൂടുതൽ ആൾക്കാർ കഴിക്കാനുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർക്കാം. ഇപ്പം നല്ലോണം തിളച്ചു. നല്ല ഫ്ലേവറാണിതിന്. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു. ഇങ്ങനെ ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. പുളിയിഞ്ചി പോലെയോ ഇഞ്ചിക്കറി പോലെയോ ഒന്നും കുറുക്കിയെടുക്കേണ്ടതല്ല. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാൻ. ഇനി 2 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർക്കാം. പൊടിയാണ്. അച്ചാണെങ്കിൽ 1 അച്ചിട്ടാൽ മതി, വേഗം അലിഞ്ഞോളൂ. ഈ കൂട്ടാൻ കേടുവരില്ല അത്ര പെട്ടെന്ന്. തിളച്ച് കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്യാം. അങ്ങനെ തറവാട്ടുപുളി റെഡിയായി. പണ്ട് കാലത്ത് ഊണിന് കൂടുതൽ അതിഥികളുണ്ടെങ്കിൽ കൂട്ടാൻ തികയാണ്ട് വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് ചോറുണ്ണാൻ വേഗം ഉണ്ടാക്കുന്ന കൂട്ടാനാണ് തറവാട്ടുപുളി. എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ചൊടിയുള്ള കൂട്ടാനാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.